ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി ഏജു മന്ത്ര. ഇന്ന് നമുക്ക് പ്രേംചന്ദിന്റെ പ്രസിദ്ധമായ കഹാനി ബഡേ ഘർ കി ബേട്ടി അതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ആദ്യം പ്രേംചന്ദിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. പ്രേംചന്ദ് കാ ജന്മ 31 ജൂലൈ 1880 വാരാണസി കെ നിക്കട്ട് ലമഹി ഗാവ് മേ ഹുവ. അദ്ദേഹം ജനിച്ചത് 31 ജൂലൈ 1880 ലമഹി എന്ന ഗ്രാമത്തിലാണ്. उनके पिता का नाम मुंशी अजायब राय लम्ही और उनकी माता का नाम आनंदी देवी था. पिता मुंशी अजायब राय और माता आनंदी देवी. उनके पिता लम्ही में ठाक मुंशी थे. मुंशी प्रेमचंद का मूल नाम धनपत राय था. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഠാക് മുൻഷി ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂൽ നാം ഒറിജിനൽ നെയിം ധൻപത് റായ് എന്നാണ്. मुंशी प्रेमचंद एक अध्यापक, एक लेखक और एक पत्रकार है. അദ്ദേഹം ഒരു അധ്യാപകനാണ്, അതുപോലെ തന്നെ ലേഖകനാണ്, ഒരു പത്രकार भी है. जिनके द्वारा कई उपन्यास लिखे गए, जिनमें से गोदान, कर्मभूमि, രംഗഭൂമി, സേവാസദൻ जैसे विख्यात उपन्यास शामिल है. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ഉപന്യാസ് എന്നാൽ നോവൽ, അദ്ദേഹം ഒത്തിരി നോവൽ എഴുതിയിട്ടുണ്ട്. അതിൽ फेमस ആയിട്ടുള്ളതാണ് गोदान, कर्मभूमि, रंगभूमि, सेवासदन. प्रेमचंद को आधुनिक हिंदी कहानी के पितामह और उपन्यास सम्राट कहा जाता है. പ്രേംചന്ദിനെ അറിയപ്പെടുന്നത് ഹിന്ദി കഹാനിയുടെ പിതാമഹൻ എന്നാണ്, അതുപോലെ തന്നെ ഉപന്യാസ് സമ്രാട്ട് എന്നും കൂടെയാണ്. उनकी पहली हिंदी कहानी सरस्वती पत्रिका के नाम से प्रकाशित हुई थी. ആദ്യത്തെ ഹിന്ദി കഹാനി सरस्वती पत्रिका में प्रकाशित हुई थी और उनकी अंतिम कहानी का नाम कफन के नाम से रखा गया. अंतिम कहानी है कफन. बड़े घर की बेटी सम्मरी നോക്കാം നമുക്ക്. बड़े घर की बेटी हिंदी के प्रसिद्ध लेखक मुंशी प्रेमचंद द्वारा लिखी एक प्रसिद्ध कहानी है. इस कहानी में मुंशी प्रेमचंद ने संयुक्त परिवारों में होने वाली समस्याओं का चित्रण किया है. അപ്പോൾ ബഡേ ഘർ കി ബേട്ടി ഹിന്ദിയിലെ പ്രസിദ്ധനായ ലേഖകൻ മുൻഷി പ്രേംചന്ദിന്റെ പ്രസിദ്ധ കഹാനിയാണ് ബഡേ ഘർ കി ബേട്ടി. എന്ന് വെച്ചാൽ എന്താ, വലിയ വീട്ടിലെ പെൺകുട്ടി. ഇസ് കഹാനി മേ പ്രേംചന്ദിനെ സംയുക്ത പരിവാരവുമേ കൂട്ടുകുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. उन्होंने इस कहानी के माध्यम से यह बताने का प्रयत्न किया है कि संयुक्त परिवारों में जरा जरा सी बात पर कलह हो जाती है, बात का बदंगड़ बन जाता है और फिर आपसी समझ बूझ से बिगड़ती बात को संभाल भी लिया जाता है. അപ്പോൾ പ്രേംചന്ദ് പറയുന്നത്, ഈ സ്റ്റോറിയിലൂടെ അദ്ദേഹം പറയുന്ന എന്താണ്, സംയുക്ത പരിവാർ കൂട്ടുകുടുംബത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹമുണ്ടാവുന്നു. ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഊതി വീർപ്പിച്ച് വലിയ കാര്യമായിട്ട് മാറുന്നു, അങ്ങനെയുള്ളതാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായാലും ഒരു കൂട്ടുകുടുംബത്തിൽ ഇരിക്കുമ്പോൾ അവിടെ അന്യോന്യം സംസാരിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാനായിട്ടും നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന സന്ദേശം. ബഡേ ഘർ കി ബേട്ടി കഹാനി മേ प्रेमचंद जी ने भारतीय संयुक्त परिवारों के मनोविज्ञान को बड़ी बारीकी से दिखाने का प्रयत्न किया है. അപ്പോൾ ഈ കഹാനിയിലൂടെ പ്രേംചന്ദ് ചെയ്യുന്നത് ഭാരതത്തിലെ സംയുക്ത പരിവാർ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ സംയുക്ത പരിവാർ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ മനോവിജ്ഞാൻ കോ, അതിൻ്റെ ആ മാനസികമായിട്ടുള്ള ആ മനോവിജ്ഞാൻ കോ ബഡി ബാരീക്കി സെ, വളരെ നല്ല സൂക്ഷ്മമായ രീതിയിൽ കാണിച്ചു തരാനായിട്ടുള്ള പ്രയത്നം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഈ കഹാനിയിലൂടെ. कहानी का मुख्य पात्र आनंदी है, जो भूप सिंह की बेटी है, जो एक റിയാസത്ത് की താലൂക്ക്ദാർ थे. ഒരു റിയാസത്തിലെ താലൂക്ക്ദാറായ ഭൂപ സിംഗിന്റെ മോളാണ് ഈ സ്റ്റോറിയിലെ മുഖ്യ മെയിൻ ക്യാരക്ടർ ആനന്ദി. आनंदी का विवाह गौरीपुर के जमींदार बेनी माधव सिंह के बड़े बेटे श्रीखंड से होता है. ആനന്ദിയുടെ കല്യാണം ഗൗരിപൂരിലെ ജമീന്ദാറായ ബേനി മാധവ് സിംഗിന്റെ മൂത്ത പുത്രനായ ശ്രീഖണ്ഡുമായിട്ട് നടത്തുന്നു. രൂപവതി ഓർ ഗുണവതി തി, സുന്ദരിയാണ് ആനന്ദി, അതുപോലെ തന്നെ സ്വഭാവ ഗുണമുള്ളവളും ആണ്. थोड़े ही दिनों में उसने अपने को ससुराल की परिस्थितियों के अनुकूल बना दिया.
അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആനന്ദി അവളുടെ സസുരാലുമായിട്ട് പൊരുത്തപ്പെട്ട് പോയി, അവളുടെ ഭർത്താവിന്റെ വീടുമായി പൊരുത്തപ്പെട്ട് പോയി. एक दिन लाल बिहारी सिंह का अपनी भाभी से खाने में घी ना डालने पर विवाद हुआ जो बढ़ता गया. ഒരു ദിവസം ലാൽ ബിഹാരി സിംഗ് ശ്രീകണ്ഠന്റെ സഹോദരനാണ്, ബ്രദറാണ്. അദ്ദേഹം ഭാബിയോട് ഭക്ഷണത്തിൽ ഗീ, നെയ്യ് പോരാ, നെയ്യിൽ ഇട്ടില്ല, നെയ്യ് ആഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവിടെ വഴക്ക് ഉണ്ടായി. ലാൽ ബിഹാരിനെ ആനന്ദിക്ക് മൈക്കോ ലേഖർ വ്യംഗിക്കുക, ആനന്ദിയുടെ സ്വന്തം വീടിനെ കുറിച്ചെല്ലാം കുറെ എന്താ പറയാ കളിയാക്കി. ആ കളിയാക്കിയത് ആനന്ദിക്ക് സഹിച്ചില്ല. तो वो नाराज हो जाती है और अपने पति से देवर की शिकायत करती है. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അതുപോലെ തന്നെ ഈ ലാൽ ബിഹാരി എന്താ ചെയ്തതെന്ന് വെച്ചാല് മാംസം ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്നു. ആ മാംസത്തിൽ കുറച്ച് ഗീ ഉള്ളത് നമ്മുടെ ആനന്ദി മാംസത്തിനെ ആയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ പരിപ്പില് ഗീ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് തുടങ്ങിയത്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഖടാവ് എടുത്ത് നമ്മുടെ ആനന്ദിയുടെ മേത്തേക്ക് എറിയുകയാണ് ചെയ്തത്. അപ്പോൾ ആനന്ദി അത് തടുത്ത് അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് അവർ തമ്മിൽ വാക്തർക്കം ഉണ്ടാകുമ്പോൾ ആനന്ദിയുടെ വീട്ടിൽ ഗീയുടെ നദി ഒഴുകുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. അപ്പോൾ അത് അവൾക്ക് സഹിച്ചില്ല. तो वो नाराज हो जाती है और अपने पति से देवर की शिकायत करती है. അങ്ങനെ അവളുടെ ഹസ്ബൻഡിനോട് അവളുടെ അനിയനെ കുറിച്ച് അവൾ കംപ്ലൈന്റ് പറയുന്നു. उसका पति श्रीकंठ क्रोधित होकर अपनी बाई का मुख ना देखने की कसम खाता है. അപ്പൊ ശ്രീകണ്ഠ് എന്താ ചെയ്ത്, ഇനി ഒരിക്കലും ഈ സഹോദരന്റെ മുഖം പോലും എനിക്ക് കാണണ്ട എന്ന് പറയുന്നു. परिवार में हो रहे क्लेश और झगड़े को देखने के लिए आसपास के लोग किसी ना किसी बहाने से घर में जमा हो जाते हैं. അപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയാണ് വഴക്കുകൾ ഉണ്ടാവുന്നത് എന്നറിയാനായിട്ട് അടുത്തുള്ള ആളുകളെല്ലാം വീട്ടിലേക്ക് പല കാര്യങ്ങൾ പറഞ്ഞ് വരാൻ തുടങ്ങി. അത് സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന ഒരു സിറ്റുവേഷൻ. ഒരു വീട്ടിൽ കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് അറിയാനായിട്ട് ഒത്തിരി പേര് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നമ്മളുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരാൻ തുടങ്ങും. इन सब बातों से दुखी लाल बिहारी जाने लगता है. ലാൽ ബിഹാരി ജ്യേഷ്ഠൻ ഇനി മുഖം കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോവാനായിട്ട് ഇറങ്ങുകയാണ്. ജാത്തെ ജാത്തെ ലാൽ ബിഹാരി അപ്പനി ഭാബി ആനന്ദി സെ ക്ഷമ മാംഗത്താ ഹെ. അപ്പോൾ പോകുന്ന സമയത്ത് ലാൽ ബിഹാരി ആനന്ദിയോട് ക്ഷമ ചോദിക്കുന്നു. ലാൽ ബിഹാരിക്ക് ചെയ്ത തെറ്റ് മനസ്സിലാവുന്നു. ഏ ദേക്കർ ഉസ്കി ഭാബി ആനന്ദി കാ ദിൽ പിഘൽ ജാത്താ ഹെ ഓർ വ അപ്നെ ദേവർ ലാൽ ബിഹാരി കോ ക്ഷമ കർ ദേത്തി ഹെ. അപ്പോൾ ഇത് കണ്ട് ലാൽ ബിഹാരിയുടെ ക്ഷമ ചോദിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ബാബിയുടെ മനസ്സലിഞ്ഞു. ബാബിയും ലാൽ ബിഹാരിക്ക് ക്ഷമ കൊടുക്കുന്നു, മാപ്പ് കൊടുക്കുന്നു. अंत में दोनों भाई श्रीकंठ और लाल बिहारी आपस में मन मुठाव को बुलाकर गले मिल जाते हैं. അങ്ങനെ അവസാനം ശ്രീകണ്ഠും ലാൽ ബിഹാരിയും വഴക്കുകളെല്ലാം തീർന്ന് അവർ ഒന്നിച്ച് ചേരുന്നു. और सब कुछ पहले की तरह सामान्य हो जाता है. പഴയ പോലെ തന്നെ അവർ സ്നേഹത്തോടെ തുടരുന്നു. अंत में बेनी माधव और गांव के लोग यही कहते हैं कि बड़े घर की बेटियां ऐसी ही होती है. അവസാനം ബേണി മാധവ്, ശ്രീകണ്ഠ സിംഗിന്റെ അച്ഛൻ പറയുന്നു, അതുപോലെ ഗ്രാമത്തിലെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പറഞ്ഞു, ബഡേ ഘർ കി ബേട്ടിയ ഐസി ഹി ഹോത്തി ഹേ. വലിയ വീട്ടുകളെ പെൺകുട്ടികൾ ഇങ്ങനെയും ഉണ്ടാവും. ഇസ് കഹാനി കെ ദ്വാര ലേഖകനെ അന്ത് ബലാ തോ സബ് ബല വാല ആദർശ സ്ഥാപിത കിയാ ഹെ. അന്ത് ബലാ തോ സബ് ബല എന്നുള്ള ആദർശമാണ് ഈ സ്റ്റോറിയിലൂടെ ലേഖകൻ കാണിച്ചു തരുന്നത്. ഉन्होंने आनंदी के माध्यम से एक सभ्य सुसंस्कृत रूपवती गुणवती बड़े घर की बेटी के സംസ്കാരവും को दिखाया है. ഈ കഥയിലൂടെ നമ്മുടെ പ്രേംചന്ദ് ചെയ്യുന്നത് വലിയ വീട്ടിലെ പെൺകുട്ടികളാണെങ്കിൽ പോലും അവർക്കും നല്ല സംസ്കാരവും അവരുടെ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് അവർ അത് ചൂഷണം ചെയ്യുകയോ അത് വെച്ച് അവർ ഈഗോ കാണിക്കുകയോ ചെയ്യാതെ നല്ല രീതിയിൽ ഒരു കൂട്ടുകുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിക്കും കഴിയുമെന്ന് ഈ ആനന്ദിയിലൂടെ തെളിയിച്ച് കാണിച്ചു തരികയാണ് പ്രേംചന്ദ് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ. जिसने अपनी समझबूझ और बुद्धिमत्ता से घर को टूटने से बचाया और दो भाइयों को एक दूसरे से अलग होने से बचाया.
ഈ ആനന്ദിയാണ് തൻ്റെ കഴിവ് കൊണ്ട്, തൻ്റെ സാമർത്ഥ്യം കൊണ്ട് അവൾ എന്ത് ചെയ്തു, ബുദ്ധി കൊണ്ട് ഈ വീട് പിരിഞ്ഞു പോവാതിരിക്കാൻ, ഈ വീട്ടിൽ ഗർ കോ ടൂട്ട്നീസ്, വീട് നശിച്ചു പോവാതിരിക്കാനായിട്ട്, ഈ രണ്ട് സഹോദരന്മാരുടെയും സ്നേഹം ഇന്ന് നിലനിൽക്കാനായിട്ട്, അവർ പിരിയാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു നല്ലൊരു ബഡേ ഗർക്കി ബേട്ടിയായിട്ട് ഇവിടെ ആനന്ദിയെ ചിത്രീകരിച്ചിരിക്കുകയാണ് പ്രേംചന്ദ്. ബഡേ ഗർക്കി ബേട്ടി കഹാനി കാ ഉദ്ദേശ് ക്യാ ഹൈ, ഉദ്ദേശ് എന്താണെന്ന് നോക്കാം. ഇസ് കഹാനി കാ ഉദ്ദേശ് കഹാനിക്ക് അന്തമേ നിഹിത് ഹൈ, ഇതിന്റെ ഉദ്ദേശ് ഈ സ്റ്റോറിയുടെ അവസാനമാണ്. प्रेमचंद जी ने ही प्रदर्शित किया है कि कुलीन परिवार की विवेकशील या ससुराल में आपसी प्रेम तथा एकता बनाने में अहम भूमिका निभाती है. അപ്പോൾ ഒരു സാധാരണ നല്ല ഒരു കുലത്തിൽ ജനിച്ച പെൺകുട്ടി നല്ല രീതിയിൽ ചിന്തിച്ച് തൻ്റെ സസുരാലിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല സ്നേഹവും ഐക്യത്തോടു കൂടെ മുന്നോട്ട് പോകുന്ന ഒരു ചിത്രീകരണമാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. प्रस्तुत कहानी में लेखक ने बड़े घर की बेटी का सार्थक अर्थ को स्पष्ट किया है. ഇതിലൂടെ ലേഖകൻ ചെയ്യുന്നത് ബഡേ ഗർ കി ബേട്ടി എന്നുള്ള ആ വാക്കിന്റെ സാർത്ഥകമായിട്ടുള്ള അർത്ഥം സ്പഷ്ടമാക്കിയിരിക്കുന്നു. बड़े घर की बेटी ऐसी नहीं होती है जो घर में झगड़ा करवाए या अपने अहम के भाव को देखे, बल्कि आनंदी जैसी होती है जो अपने अहम का त्याग करके लाल बिहारी को माफ कर देती है. അപ്പോൾ ബഡേ ഗർക്കി ബേട്ടി ഇങ്ങനെയാണെന്നാണ് കേട്ടിരിക്കുന്നത്. എങ്ങനെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിച്ച് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ വഴക്കുകൾ ഉണ്ടാക്കും, തൻ്റെ ഈഗോ അവിടെ കാണിക്കും എന്നൊക്കെയാണ്. പക്ഷേ ആനന്ദി അങ്ങനെയല്ല. ആനന്ദി അവളുടെ ഈഗോ എല്ലാം അവിടെ മാറ്റിവെച്ച് ലാൽ ബിഹാരി മാപ്പ് ചോദിച്ചപ്പോൾ മാപ്പ് കൊടുക്കുന്നു. ആ വീട് നശിച്ചു പോവാതിരിക്കാൻ, ആ വീട് രണ്ടായി പിരിയാതിരിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നു. ഇസി കാരൻ ഗർ എവം സമാജ് മേ ബി ഉസ്കി പ്രശംസ ഹോത്തി ഹെ, അതുകൊണ്ട് വീട്ടിലെ അച്ഛനും ഗ്രാമത്തിലെ ആളുകളും എല്ലാവരും അവളെ പ്രശംസിക്കുന്നു. कहानी का उद्देश्य यह भी स्पष्ट करता है कि एकल परिवार किसी समस्या का हल नहीं है, बल्कि संयुक्त परिवार की हर समस्या का निवारण करता है. इसलिए घर की शोभा एवं समाज की शोभा इसी में है कि भाई भाई साथ रहे, एक दूसरे का सुख दुख बांटे. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഈ കഹാനിയിലൂടെ നമുക്ക് തരുന്ന ഉദ്ദേശം, കഹാനിയിലൂടെ എന്ത് തരാനാണ് പ്രേംചന്ദ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഏകൽ പരിവാർ, അതായത് അണുകുടുംബം എന്ന് പറയുന്നത് കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി താമസിച്ചത് കൊണ്ട് മാത്രം ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നില്ല. കൂട്ടുകുടുംബത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, സംയുക്ത പരിവാറിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുന്നു, സമൂഹത്തിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുന്നു. അതുപോലെ സഹോദരി സഹോദരന്മാരും, രണ്ട് സഹോദരന്മാരാണെങ്കിലും അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് കഴിയുന്നു. അവരുടെ സുഖവും ദുഃഖവും ഒരുമിച്ച് പങ്കുവെച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അതാണ്, അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകുടുംബത്തിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട് എന്നാണ് കവിയല്ല പ്രേംചന്ദ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. बड़े घर की बेटी शीर्षक की सार्थकता. बड़े घर की बेटी कहानी का मुख्य कारण कഥാനക ആനന്ദി के चारों ओर घूमता है. ആനന്ദിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പേര് തന്നെ വെച്ചിരിക്കുന്നത്. आनंदी के अपमान के कारण उसके पति श्रीगंध और छोटे भाई लाल बिहारी में द्वेष उत्पन्न होता है. यहाँ तक कि श्रीगंध स्पष्ट रूप से कहता है कि इस घर में या तो वह रहेगा या लाल बिहारी. അപ്പോൾ ആനന്ദിയെ അപമാനിച്ചത് കൊണ്ട് ആനന്ദിയുടെ ഹസ്ബൻഡിന്റെ സഹോദരനും ദേവറും തമ്മിൽ വഴക്കുണ്ടാവുന്നു. അപ്പോൾ ശ്രീകണ്ഠ് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഒന്നുകിൽ ബ്രദർ താമസിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്ന രീതിയിലുള്ള കർശനമായ നിലപാടൊക്കെ എടുക്കുന്നുണ്ട്. യഹാം ആനന്ദി ഹി ഹെ जो स्वयं की सूझबूझ और चतुराई से दोनों भाइयों में परस्पर प्रेम जागृत कराती है. ഇവിടെ ആനന്ദി തന്നെയാണ് സ്വയം അവളുടെ സാമർത്ഥ്യം കൊണ്ട് രണ്ട് സഹോദരന്മാരെയും സ്നേഹത്തോടെ ഒരുമിപ്പിക്കുന്നു. ഇസ് പ്രകാർ ഏക് ബഡേ ഘർ കി ബേട്ടി ഹോനെ കാ പ്രമാൺ ദേത്തി ഹെ. അപ്പോൾ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു. ബഡേ ഘർ സെ താത്പര്യ കേവൽ ധനി ഹോനാ ഹി നഹി ബൽക്കി ഉസ്കെ സദ്ഗുൺ ഓർ സംസ്കാരവും സേ ഹെ. ഇപ്പൊ ബഡേ ഘർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടാണ്, ധനം കൂടുതലുള്ള വീട് എന്നല്ല അതിനർത്ഥം. ഒരു ധനവാനാണ് ആയാൽ മാത്രമല്ല ബഡേ ഘർ കി ബേട്ടി ആവുന്നത്.
അവൾക്ക് സദ്ഗുണം ഉണ്ടായിരിക്കണം, നല്ല സംസ്കാരം ഉണ്ടായിരിക്കണം. ഹമേ ആനന്ദിമേ ദൃഷ്ടിഗോചർ ഹോത്തെ ഹെ, ഇതെല്ലാം തന്നെ നമുക്ക് ആനന്ദിയിൽ കാണാനായിട്ട് കഴിയുന്നു. അതഹ ശീർഷക പൂർണ്ണതയാ സാർത്ഥക, അതുകൊണ്ട് തന്നെ ഈ ശീർഷക ഇവിടെ സാർത്ഥകാണ്. ആനന്ദിയുടെ ചരിത്രം നോക്കാം നമുക്ക്. आनंद एक बड़े घर की बेटी थी, वह अत्यंत रूपवान और गुणवती थी। परिस्थितियों के अनुसार अपने को ढाल लेती है, वह कभी भी किसी प्रकार की शिकायत नहीं करती है. ആനന്ദി സുന്ദരിയാണ്, സ്വഭാവ ഗുണമുള്ളവളാണ്. അവൾ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് സ്വയം അവളെ തന്നെ മാറ്റിയെടുക്കുന്നു. ആരോടും ഒന്നിനെക്കുറിച്ചും കംപ്ലൈൻറ്റ് പറയുന്നില്ല. അതുപോലെ ജനിച്ചപ്പോൾ തന്നെ സമ്പന്ന പരിവാറിൽ ജനിച്ചിട്ട് പോലും അവൾക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. आनंदी ने समझदारी तथा व्यक्ति स्वयं को नए घर के प्रवेश के अनुकूल बना लिया है. स्त्रियां सब कुछ सह लेती है, परंतु अपने मायके की निंदा कभी स्वीकार नहीं कर पाती. भोजन को लेकर देवर से कहा सुनी होने पर उग्र हो उठी. അപ്പോൾ എല്ലാം സഹിക്കും സ്ത്രീകൾ, പക്ഷേ അവരുടെ സ്വന്തം വീടിനെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് സഹിക്കില്ല. അങ്ങനെ അവളും അനിയനും തമ്മിൽ വഴക്ക് വരുന്നു. ദയാലു സ്വഭാവ ഹോനെ के कारण वह बात पढ़ते देख समझदारी से काम लेती है, वह ലാൽ ബിഹാരി को जाने से रोकते भी है. അതുപോലെ ജ്യേഷ്ഠൻ അനിയനും തമ്മിലുള്ള വഴക്ക് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് അവൾക്ക് കഴിയുന്നു. അങ്ങനെ അവരെ ഒന്നിപ്പിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നു. अपने पति के क्रोध को शांत भी कर देती है. वह ये सिद्ध कर देती है कि बड़े घर की बेटियां विवेकशील होती है तथा बिगड़े हुए काम को सुधार देती है. അവൾ ഈ സ്റ്റോറിയിലൂടെ ജ്യേഷ്ഠൻ അനിയനെ വഴക്കിൽ നിന്നും ഒന്നിപ്പിക്കുന്നതിലൂടെ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? വലിയ വീട്ടികളെ പെൺകുട്ടികൾ വിവേകശീലമുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്. എന്താ പറയുക, പിരിഞ്ഞു പോയതിനെ പോലും ഒന്നിപ്പിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരു ശക്തിയുള്ള, അങ്ങനെയുള്ള ഒരു കഴിവുള്ള കുട്ടികളാണ് എന്ന് അവൾ അവളുടെ ക്യാരക്ടറിലൂടെ ഇവിടെ പ്രൂവ് ചെയ്യുകയാണ്. श्रीगंड सिंह चरित्र नोക്കാം. श्रीगंड सिंह बेनी माधव सिंह का बड़ा पुत्र है. अपनी लगन और परिश्रम से BA की उपाधि प्राप्त की है. बेनी माधव സിംഗിന്റെ മൂത്ത പുത്രനാണ് ശ്രീകണ്ഠ്. തൻ്റെ കഴിവ് കൊണ്ട് BA പാസ്സായിട്ടുണ്ട്. पढ़ाई में अधिक ध्यान देने तथा समय पर खाना ना खाने के कारण उसका शरीर कमजोर तथा क्रांतिहीन है. वह नौकरी करता है. ശ്രീകണ്ഠ സിംഗ് പഠിക്കാനൊക്കെ അധികം സമയമെടുത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ വളരെ പിന്നോട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം കംസോറാണ്, അധികം മെലിഞ്ഞ പത്തല ശരീരമാണ്. വ നൗകരി കർത്താ ഹെ, ജോലി ചെയ്യുന്നുണ്ട്. ശ്രീകണ്ഠ് പാശ്ചാത്യ സംസ്കൃതി കാ വിശേഷ സമർത്ഥക നഹി ഹെ, ഭാരതീയ സംസ്കൃതി മേ ഉസ്കാ വിശ്വാസ് ഹെ. അപ്പോൾ BA ലിറ്ററേച്ചർ എടുത്തിട്ട് പോലും അദ്ദേഹം പാശ്ചാത്യ സംസ്കൃതി, വെസ്റ്റേൺ കൾച്ചറിനെ സമർത്ഥിക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹം ഭാരതീയ സംസ്കൃതിയിലാണ് വിശ്വാസം വെച്ചിരിക്കുന്നത്. സമ്മിളിത പരിവാർ മേ ഉസ്കെ അടൂട്ട് ആസ്ഥ ഹെ. സമ്മിളിത പരിവാർ, കൂട്ടുകുടുംബം എന്നുള്ളത് അദ്ദേഹം അതിനെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. രാമലീല മേ അഭിനയ കർണേ മേ ഉസ്കെ രുചി ഹെ. ധൈര്യവാൻ और शांत स्वभाव का है पर അനുഭവഹീന ഹെ. അപ്പോൾ രാമലീലയിലൊക്കെ അദ്ദേഹം അഭിനയിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ധൈര്യവാനാണ്, ശാന്ത സ്വഭാവവാനാണ്. പക്ഷേ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ഒരു ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ഒരു കൂട്ടുകുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കും. പക്ഷേ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം അവിടെ തോറ്റു പോവുകയാണ്. പത്നിക്ക് രോനെ पर वह शीघ्र ही क्रोधित हो जाता है. छोटे भाई द्वारा अपनी पत्नी का अपमान देकर वह घर छोड़ने के लिए भी तैयार हो जाता है. അപ്പോൾ ഭാര്യ കരയുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ദേഷ്യം വരുന്നു. സഹോദരൻ തൻ്റെ പത്നിയെ അപമാനിച്ചതിനെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹം വീട് വിട്ടു പോകാൻ പോലും തയ്യാറാവുന്നു. किंतु पत्नी के द्वारा समझाने पर उसका क्रोध शांत होता है तथा वह अपने भाई को गले लगा लेता है. അപ്പോൾ പത്നിയെ മനസ്സിലാക്കിപ്പിച്ച് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ദേഷ്യം മാറ്റി ശാന്തനാവുന്നു, തൻ്റെ സഹോദരനെ ആലിംഗനം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡേ ഘർ കി ബേട്ടി എന്ന കഹാനിയുടെ സമ്മറി എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കണം. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.